ബംഗാളിലും വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള നീക്കവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. അടുത്തയാഴ്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ബംഗാൾ സിഇഒയുമായി കൂടിക്കാഴ്ച നടത്തും. അജീഷ് ജയകുമാറാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ബീഹാറിൽ നടന്നത് നമ്മൾ കണ്ടതാണ്, അത് കോടതി കയറിയതും കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കില്ല ഇപ്പോൾ ബംഗാളിലേക്ക് കടക്കുന്നത്. അപ്പോൾ അത് പരിഹരിച്ചാകുമോ ബംഗാളിലുള്ള പരിഷ്കരണം? സ്മിത, നമുക്കറിയാവുന്നതുപോലെ തന്നെ ബീഹാറിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഇറങ്ങിയത്. അതിന് വേണ്ട സാവകാശമൊന്നും കിട്ടിയില്ല എന്നും അത് ഉദ്യോഗസ്ഥർ മര്യാദയ്ക്കല്ല ആ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിയെന്നുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നു. മാത്രമല്ല അത് സുപ്രീം കോടതി വരെ എത്തി. ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണുള്ളത്. ഏതാണ്ട് 70 ലക്ഷത്തോളം വോട്ടർമാരാണ് കരട് പട്ടിക പുറത്തു വന്നപ്പോൾ പുറത്തായത് വോട്ടർ പട്ടികയിൽ നിന്ന്. മാത്രമല്ല അന്തിമ പട്ടിക ഈ മാസം തന്നെ പുറത്തു വരാനും ഇരിക്കുകയാണ്. ഇതിനിടയിൽ ചില പരാതികളൊക്കെ രാഷ്ട്രീയ പാർട്ടികളും തന്നെ അല്ലാതെ ഈ പുറത്തായ വ്യക്തികളും ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കൊണ്ടുവന്നിരുന്നു. ആധാർ അടക്കം പരിഗണിക്കണമെന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ ഇത് ബീഹാറിൽ മാത്രമല്ല രാജ്യത്തുടനീളം നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടും ആലോചിക്കുന്നതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് വ്യക്തമാക്കിയത്. അതിൻ്റെ അടുത്ത ഘട്ടമെന്ന നിലയിലാണ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാളിൽ ഇത് നടത്താനുള്ള ഒരു ആലോചന ഇപ്പോൾ തുടങ്ങുന്നത്. അടുത്ത ആഴ്ചയാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും ഒപ്പം തന്നെ ബംഗാളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ മനോജ് കുമാർ അഗർവാളും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി ഇന്നും തിങ്കളാഴ്ചയും നിർണായകമായിട്ടുള്ള ഒരു ചർച്ച ഇപ്പോൾ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പശ്ചിമ ബംഗാളിലും അടുത്ത ഘട്ടത്തിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ടെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർന്നാണ് ആ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു നിർണായക കൂടിക്കാഴ്ചയാണ് ഇതെന്നുള്ളൊരു വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ബംഗാളിൽ ഇത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുകയാണെങ്കിൽ അതിനെ എതിർക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്തായാലും വോട്ടർ പട്ടിക പരിഷ്കരണം അത് ഏത് രീതിയിലാകും നടപ്പാക്കുക? അപ്പോൾ ആ നീക്കത്തെ എങ്ങനെയായിരിക്കും വോട്ടേഴ്സും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും അതിനെ നേരിടുക? ഇതെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത് അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.